അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഞമ്മക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് സോയാ ചങ്ക്സ് എടുത്തിട്ട് നമ്മൾ നല്ലപോലെ തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പിന്നെ ചെറിയ ഉള്ളിയും കുരുമുളകും ഏലക്കായും ഒക്കെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ബട്ടറും ചേർത്തിട്ട് നല്ല സവാള തിന്നായിട്ട് അരിഞ്ഞതും ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. അതവിടെ വേകുന്ന സമയത്ത് നമുക്കൊരു ചട്ടി, അതായത് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതിനേക്കാൾ കൂടുതൽ വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ലപോലെ സെറ്റാക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർക്കണം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ വാട്ടി വെച്ചിട്ടുള്ള ഉള്ളി, അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചതച്ച എല്ലാ സാധനങ്ങളും കുറച്ച് കരിവേപ്പിൻ ഇലയും കൂട്ടിയിട്ട് നല്ലപോലെ എല്ലാം ചേർത്തിട്ട് ഉഷാറായിട്ട് ഇളക്കി സെറ്റാക്കി വെക്കുക. അതിങ്ങനെ നല്ല വേവായി വരുമ്പം നല്ലൊരു സ്മെല്ല് കിട്ടും. ആ ഒരു സ്മെല്ലൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് റെഡിയാക്കി വെക്കാം. അതിന് ശേഷം ചെയ്യേണ്ടതാണ് പൊടികൾ ചേർക്കുക എന്നുള്ളത്. അപ്പം മുളക് പൊടി ചേർക്കുക, മല്ലിപ്പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഈ ഒരു മസാല നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി അത്രയും നല്ല ഉഷാറായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ സോയാ ചങ്ക്സ് ഇട്ടെടുത്ത് ഈ ഒരു മസാലയും സോയാ ചങ്ക്സും നല്ലപോലെ മിക്സ് ചെയ്തതാ ഇതുപോലെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുക്കറൊക്കെ അരി വേണ്ടതിന് ശേഷം നമ്മൾ ഈ സോയാ ചങ്ക്സും അതേപോലെ തന്നെ ഈ ഒരു റൈസും നല്ലപോലെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ റൈസിന്റെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് മുഴുവനായിട്ടും യോജിക്കുന്ന രൂപത്തിൽ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് നല്ലൊരു കിടിലൻ തൈരിന്റെ റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് നല്ല തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഉപ്പിടാൻ മറക്കരുതേ. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനെ സെറ്റാക്കി എടുക്കുന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പാത്രമൊക്കെ എടുത്ത് റൈസൊക്കെ സെറ്റാക്കി വെച്ച് ഈ ഒരു നമ്മുടെ ആ ഒരു തൈരൊക്കെ കൂട്ടി ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ.